പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബാധ്യത്താണ് നോക്കുന്നത്. ഗർ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ബാധ്യത്ത്. ഇതില് ഫർഹാദിനെയും ചിബ്കലിയെയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ അല്ലേ? ഫർഹാദിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ചിബ്കലിയെയും അറിയാം. ഗർ എന്ന കഹാനിയിലെ കഥാപാത്രങ്ങളാണ് ഇവര് രണ്ടു പേരും. ഇതില് ഫർഹാദും ചിബ്കലിയും തമ്മിൽ സംസാരിക്കുന്നതാണ് പറയുന്നത്. ഫർഹാദ് ചിബ്കലിയുമായിട്ട് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചാപ്റ്ററിൽ ഫർഹാദ് ചിബ്കലിയെ കാണുന്നത് കണ്ണാടിയിലൂടെയാണ് കാണുന്നത്. അവസാന ഭാഗത്ത് പുതിയ വീട്ടിൽ വെച്ചിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ച അല്ലെ, ഫർഹാദിന്റെ ആദ്യത്തെ കൂടിക്കാഴ്ച, ചിബ്കലിയും ഫർഹാദുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. എവിടെ വെച്ചിട്ടായിരുന്നു? ഫർഹാദിന്റെ പുതിയ വീട്ടിൽ വെച്ചിട്ട്. നേരത്തെ ഫർഹാദിന്റെ കൂടെ ചിബ്കലി താമസിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫർഹാദ് വാടക റൂമിൽ താമസിക്കുന്ന സമയത്തായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ കൂടെ വളരെയധികം അന്തസ്സോടുകൂടി ജീവിച്ചു പോന്ന ആളായിരുന്നു നമ്മുടെ ചിബ്കലി. പക്ഷെ ഇടയ്ക്ക് വെച്ചൊരു ദിവസം ചിബ്കലി ശ്രീമതി ശാന്തിദാസിന്റെ വീട്ടിലേക്ക് താമസം മാറുകയും അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ചിബ്കലി അവിടെ നിന്ന് പോരുകയും ചെയ്തു അല്ലേ? അതൊക്കെ നമ്മുടെ ഗർ എന്ന കഹാനിയിൽ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് അവര് ആ പുതിയ വീട്ടിൽ വെച്ചിട്ട് കാണുന്നു. അതിനുശേഷം അവർ തമ്മിലുള്ള വാച്യത്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. അവിടെ വെച്ച് കണ്ട സമയത്ത് ഫർഹാദ് ചോദിക്കാണ്, ഹലോ ചിബ്കലി, തും കബ് ആയാ? ഹലോ ചിബ്കലി, നീ എപ്പോ വന്നു എന്ന് ചോദിക്കാണ് ഫർഹാദ്. ചിബ്കലി പറയുന്നു, കൽ സബേരെ ആയ, ഇന്നലെ രാവിലെ വന്നു. മേനെ ആപ്സെ ഇന്തസാർ കരഹാദ, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ചിബ്കലിക്ക് പരിചയമുണ്ട് നമ്മുടെ ഫർഹാദിനെ അല്ലേ? അപ്പൊ ഫർഹാദ് എവിടെ? ഫർഹാദ് വീട്ടിലെത്തിയിട്ടില്ലല്ലോ എന്നങ്ങനെ ചിബ്കലി മറ്റുള്ളവരോട് അന്വേഷിക്കുന്നുമുണ്ട്. ഇവിടെ ഒരാളും കൂടെ ഉണ്ടല്ലോ, നമ്മളെ കഥയിൽ അന്വേഷിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ചിബ്കലി പറയാണ്, മേനെ ആപ്സെ ഇന്തസാർ കാർ രഹാദ, ഞാൻ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഫർഹാദ് പറയുന്നു, തും കുച്ച് ദിൻസെ കഹാ ഗയാ? നീ കുറച്ച് ദിവസമായിട്ട് എവിടെ പോയതായിരുന്നു? നിന്നെ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, കാണാതിരുന്നു. നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട്. നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഫർഹാദ്. അപ്പൊ നമ്മുടെ ചിബ്കലി പറയുന്നു, മേനെ കുച്ച് ദിൻ ശ്രീമതി ശാന്തിദാസ് കെ ഘർ മേ തി, ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രീമതി ശാന്തിദാസിന്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ടാണ് എന്നെ കാണാതിരുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് എവിടെയായിരുന്നു? ശ്രീമതി ശാന്തിദാസിന്റെ വീട്ടിലായിരുന്നു എന്ന് പറയാണ് ചിബ്കലി. ഫർഹാദ്, വഹാങ്ക ജീന കൈസാദ, അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ സുഖമായിരുന്നോ നിനക്ക്? ശ്രീമതി ശാന്തിദാസിന്റെ വീട്ടില് എങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ? നിനക്ക് സുഖമായിരുന്നോ എന്ന രീതിയിൽ ചോദിക്കുകയാണ് ഫർഹാദ്. വഹാങ്ക ജീന കൈസാദ. ചിബ്കലി പറയാണ്, അസഹ്യത, വളരെ അസഹ്യമായിരുന്നു. മേനെ വഹാസെ ദൗഡ്കറായ, ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു. അവിടുത്തെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നും ഓടിപ്പോന്നു എന്ന് പറയാണ് ചിബ്കലി. ഫർഹാദ് ചോദിക്കാണ്, ക്യോം, എന്തുകൊണ്ട്? ഇവിടെ നിങ്ങൾക്ക് ക്യാ ഹുവാ എന്ന് കൂടെ വേണമെങ്കിൽ എഴുതി ചേർക്കാം. എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് നീ പോന്നത്? എന്താണ് സംഭവിച്ചത് എന്നിവിടെ ക്യാ ഹുവാ എന്ന് ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ചിബ്കലി പറയുന്നു, ശാന്തിദാസ് മുझे देखते ही ചില്ലാത്തി തി, ശാന്തിദാസ് എന്നെ കണ്ട ഉടനെ, കാണുമ്പോ തന്നെ എന്ത് ചെയ്യും? ചില്ലാത്തി, കൂവി വിളിക്കും. ശാന്തിദാസ് എന്നെ കണ്ട ഉടനെ തന്നെ ആർത്ത് വിളിക്കുക ചെയ്യുക. എന്നെ കണ്ട ഉടനെ ആർത്ത് വിളിക്കും, കൂവി വിളിക്കും.
ഇസ്കെ അലാവ ജാഡു സെ മാരാ ഭി കഥ. അത് മാത്രമല്ല, അത് കൂടാതെ എന്ത് ചെയ്യും? ഇസ്കെ അലാവ, ഇത് കൂടാതെ ജാഡു സെ ചൂലുകൊണ്ട് അടിക്കുക കൂടി ചെയ്യും. എന്നെ കണ്ട ഉടനെ കൂവി വിളിക്കുകയും ചെയ്യും, എന്നെ ചൂലുകൊണ്ട് അടിച്ചോടിക്കും. നമ്മുടെ കഹാനിയിൽ പറയുന്നുണ്ട് അല്ലേ, ആ ചിബുക്കലിനെ കണ്ട ഉടനെ തന്നെ ശാന്തിദാസ് കൂവി വിളിക്കും, എന്നിട്ട് സുശാന്തോ ഓടിവാ എന്ന് പറഞ്ഞിട്ട് സുശാന്തനെ വിളിക്കും എന്നൊക്കെ നമ്മൾ ഈ കഹാനിയിൽ പഠിച്ചതാണ് അല്ലേ. പക്ഷെ ഇവിടെ ചിബ്കലിന്റെ ബാച്ചിത്തിൽ ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്, എന്നെ ചൂലുകൊണ്ട് അടിച്ചോടിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ബാച്ചിത്തല്ലേ, അപ്പൊ നമുക്ക് സംഭാഷണത്തിന് വേണ്ടിയിട്ട് എഴുതാം. അടുത്തത് ഫർഹാദ്, അച്ഛ അബ് കഹീം ന ജാവോ യഹാം ഹി ടെഹരോ. ശരി, ഇനി എവിടെയും പോവണ്ട. അബ് ഇനി, കഹീം ന ജാവോ എവിടെയും പോവണ്ട, യഹാം ഹി ടെഹരോ ഇവിടെ തന്നെ താമസിച്ചോ. ഇനി നീ എന്ത് ചെയ്യണ്ട, ഇനി നീ എവിടെയും പോണ്ട, നീ ഇവിടെ തന്നെ താമസിച്ചാ മതി, ഇവിടെ തന്നെ താമസിച്ചോ എന്ന് ചിപ്പുക്കലിയോട് ഫർഹാദ് പറയാണ്. ചിപ്പുക്കലി, ടീക്ക് ശരി, മേ കഹീന ജാവുങ്ക, ഞാൻ ഇനി എവിടെയും പോകുന്നില്ല, ഞാൻ ഇനി എവിടെയും പോകുന്നില്ല. ആപ്കെ സാത്ത് ഹി രഹൂങ്ക, താങ്കളുടെ കൂടെ തന്നെ ജീവിക്കും. ചിപ്പുക്കലി പറയുന്നു, ശരി, ഞാൻ ഇനി എവിടെയും പോകുന്നില്ല, ഞാൻ താങ്കളുടെ കൂടെ തന്നെ ജീവിക്കും. യഹി മേര ഇരാദാഹെ വേണമെങ്കിൽ ഇവിടെ ചേർക്കാം, ഇതാണ് എൻ്റെ തീരുമാനം. യഹി മേര ഇരാദാഹെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേർക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ബാച്ചിത്തുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഒരു ബാച്ചിത്ത് എഴുതുക. നിങ്ങൾ നന്നായിട്ട് നോക്കുക, ആദ്യം മുതൽ തന്നെ നിങ്ങൾ നന്നായിട്ട് നോക്കുക, നന്നായിട്ട് വായിച്ച് നോക്കുക, മീനിങ് മനസ്സിലാക്കിയിട്ട് വായിക്കണം. ഫർഹാദും ചിബുക്കലിയും തമ്മിലുള്ള ബാച്ചിത്ത്. ഇനി നമുക്ക് വേണമെങ്കിൽ ചിപ്പക്കലിയും മക്കടിയും തമ്മിലുള്ള ഒരു ബാച്ചിത്തും കൂടെ തയ്യാറാക്കാം. ചിപ്പക്കലിയും മക്കടിയും തമ്മിലുള്ള ബാച്ചിത്ത് വന്ന ഉടനെ തന്നെ ചിബുക്കലിയും മക്കടിയും തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾ പാഠഭാഗത്തിൽ തന്നെ കുറച്ച് ഭാഗമുണ്ട് അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതും പിന്നെ കുറച്ച് നമ്മളും കൂടെ എഴുതിയിട്ട് കൂട്ടിച്ചേർത്തിട്ട് നമുക്കൊരു വാർത്താലാപം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ.